ഹലോ ഗായ്സ്, ലൈഫ് വിത്ത് പാണ്ടൻസിന്റെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിരിച്ചു മറിഞ്ഞ ഇവിടെ കൊച്ചാപ്പുരിപ്പുണ്ട്. നമ്മൾ ഇന്ന് തൃപ്രയാർ അമ്പലത്തിൽ പോവുകയാണ്. തൃപ്രയാറും പോണം, കൊടുങ്ങല്ലൂരും പോണമെന്ന് വിചാരിക്കുന്ന ഇപ്പൊ തന്നെ തൃപ്രയാർ പോവാൻ ഇറങ്ങിയപ്പോ നമ്മ ഇച്ചിരി വൈകി. സമയം 6 മണിയായി. താടി, കൊച്ചപ്പന്റെ താടി കാണിക്ക്. മൂക്ക്, വായ, ഇനി അതെന്നതാ? പറ പറ. അപ്പൊ നമ്മള് കൊടുങ്ങല്ലൂരും കൂടെ പോണോന്നാ വിചാരിക്കുന്നത്. കൊടുങ്ങല്ലൂർ പിന്നെ 9 മണി വരെ ഉണ്ട്. തൃപ്രയാർ 8 മണി വരെ ഉള്ളൂ. റോഡ് പണിയൊക്കെ നടക്കുന്നോണ്ട് അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മ ഇറങ്ങിയപ്പോ കുറച്ച് വൈകിപ്പോയി. അപ്പോ നമ്മളിത് ഇപ്പൊ തൃപ്രയാറേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ വീട്ടിൽ നിന്ന്, അതായത് പറൂരിന്ന് ഒരു 1.25 മണിക്കൂറാണ് നമ്മ തൃപ്രയാർക്ക് ഉള്ളത്. ഇവിടുന്ന് പിന്നെ കൊടുങ്ങല്ലൂർക്ക് അത്രയില്ല. എൻ്റെ വീട്ടിൽ നിന്ന് കൊടുങ്ങല്ലൂർക്ക് ഒരു 7 കിലോമീറ്റർ അത്രയൊക്കെ ഉള്ളൂ. ഒരു 15 മിനിറ്റിലൊക്കെ നമ്മളെത്തും. പക്ഷെ തൃപ്രയാർ ഇച്ചിരി ലോങ് ആണ്. നമ്മൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇടയ്ക്ക് പോകാറുണ്ട്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു പോസിറ്റീവ് വൈബും, അത് ഏതമ്പലത്തിൽ ചെന്നാലും അങ്ങനെയല്ലേ അല്ലുണ്ണി? ഏതമ്പലത്തിൽ ചെന്നാലും നമുക്കൊരു പോസിറ്റീവ് വൈബും കാര്യങ്ങളൊക്കെയാണല്ലോ. ബ്ലോക്ക് കാര്യം തിരക്ക. ഇവിടെ അപ്പടി റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. തിരക്കും കാര്യങ്ങളുമാണ്. അതുകൊണ്ട് 1 മണിക്കൂർ എന്നുള്ളത് നമ്മ എപ്പ എത്തുമെന്ന് അറിയത്തില്ല. സമയമാണെങ്കിൽ 6:15 ശിവേലി. നമ്മ എപ്പോഴും ശിവേലി ടൈം, അതായത് അവിടെ ഒരു 7 മണിയൊക്കെ ആവാറ് നമുക്ക് ശിവേലി ഉണ്ട്. അപ്പൊ നമുക്ക് അകത്ത് കയറി തൊഴേണ്ട ആവശ്യമില്ല. നമുക്ക് തൃപ്രയാറപ്പനെ പുറത്ത് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് തൊഴുതിട്ട് അവിടെ മീനൂട്ടൊക്കെ നടത്തിയിട്ട് നമുക്ക് പോരാൻ പറ്റും. അതുകൊണ്ട് നമ്മളെപ്പോഴും ആ ഒരു ടൈം കണക്കാക്കിയാണ് പോകാറ്. അപ്പോൾ ഇന്ന് എന്താവുമെന്ന് നമുക്കറിയത്തില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി ഇന്ന് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇന്ന് എന്താവും എന്നൊന്നും നമുക്കറിയത്തില്ല കാര്യങ്ങള്. അയ്യേ കൊച്ചപ്പന്റെ മൂക്കെന്തിയെ കൊച്ചപ്പന്റെ? പറ, മൂക്കെന്തിയെ കൊച്ചപ്പന്റെ? മൂക്കും വായൊക്കെ എന്തിയെ? എന്തിയെ? കൊച്ചാപ്പ് വന്ന് ബാഡ് ബോയ് ആവേണ്. കൊച്ചാപ്പ് ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇങ്ങനെ കുരുത്തം കേടുകൾ കാണിക്കുന്ന കൊച്ചുങ്ങൾ? തുപ്പല് വെച്ച് കവളി തേക്കുക, ഞങ്ങളുടെ മേത്ത് തുപ്പി തേക്കുക, അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെയാണ് ഇപ്പൊ കൊച്ചാപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മ പറഞ്ഞു വന്നത് തൃപ്രയാറ് അവിടെ നമ്മ മീനൂട്ട് അങ്ങനെ നടത്താൻ വേണ്ടിട്ടാ പോകുന്നത്. ഞങ്ങൾക്ക് ഒരു വിശ്വാസമാണ് മീനൂട്ടൊക്കെ നടത്തി കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ വഴിപാടാണ് മീനൂട്ട് വഴിപാട്. നമുക്കിങ്ങനെ അസുഖങ്ങളൊന്നും വരാതിരിക്കാനും അങ്ങനെയൊക്കെ നമ്മ ചെയ്യുന്ന വഴിപാടാണ് മീനൂട്ട് വഴിപാട്. അപ്പൊ തൃപ്രയാറിനെ പറ്റി പറയുകയാണെങ്കിൽ ചെറിയൊരു ഐതിഹ്യം കൂടെ പറഞ്ഞേക്കാലേ ഉണ്ടേ. അതെ, ഒന്നും മിണ്ടാതിരിക്കോ താൻ. നമ്മുടെ തൃപ്രയാറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ കൊടുങ്ങല്ലൂരിനും ഗുരുവായൂരിനും നടുക്കായിട്ട് വരുന്ന ഒരു അമ്പലമാണ്. പക്ഷെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. നടുക്കായിട്ട് വരുന്ന ഒരു അമ്പലമാണ് തൃപ്രയാറ്. നമ്മുടെ എറണാകുളം, തൃശ്ശൂര് വരുമ്പോ 4 അമ്പലങ്ങളിലെ പ്രധാന അമ്പലമായിട്ടാണ് വരുന്നത്. അതായത് ആദ്യത്തെ അമ്പലം ശ്രീരാമസ്വാമി ക്ഷേത്രമായിട്ടാണ് വരുന്നത്. പിന്നെ ഏതുള്ളത്? കൂടൽമാണിക്യത്ത് ഒരു അമ്പലം, പിന്നെ ഇവിടെയാണ് പായമ്മൽ ഒരമ്പലം. പായമ്മല് ലക്ഷ്മണനാന്ന് തോന്നുന്നു. കൂടൽമാണിക്യം ഭരതനോ അങ്ങനെ കൊണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഞാൻ 4 അമ്പലത്തിൽ അധികം പോയിട്ടില്ല. ഞാൻ 1-2 തവണയായിട്ട് 4 അമ്പലത്തിൽ അങ്ങനെ പോയിട്ടുള്ളൂ. തൃപ്രയാറാണ് പോകുന്നത്. അപ്പൊ 4 അമ്പലങ്ങളിലെ പ്രധാനപ്പെട്ട ശ്രീരാമ ക്ഷേത്രമാണ് നമുക്ക് തൃപ്രയാർ അമ്പലം വരുന്നത്. കൊച്ചപ്പ
അപ്പൊ ഇങ്ങോട്ടാ ഞങ്ങള് നിർത്തുന്നു. പിന്നെ അവിടുത്തെ അവിടെ കുറെ പ്രത്യേകതകളുള്ള അമ്പലമാണ്. നമുക്ക് ചെല്ലുമ്പോ തന്നെ ഭയങ്കര പോസിറ്റീവും, പിന്നെ ഒരു ആറിന്റെ അടുത്തായിട്ടാണ് നമുക്ക് അമ്പലവും കാര്യങ്ങളൊക്കെ വരുന്നത്. ആറിനോട് ചേർന്നിട്ടുള്ള ഒരു അമ്പലമാണ്. പോയവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. നമുക്ക് ആറിനോട് ചേർന്നിട്ടാണ് അമ്പലം വരുന്നത്. അപ്പൊ ഈ തൃപ്രയാർ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഒരു ആറിന്റെ അടുത്തായിട്ടാണ്. ആ സ്ഥലത്തിന് ആ ആറുള്ളത് കൊണ്ടാണ് തൃപ്രയാർ പേര് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ. അല്ല, അങ്ങനെ തന്നെയാണ്. അതെ, അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടത്തെ വിഗ്രഹം ദ്വാരകയില് ശ്രീകൃഷ്ണനും രുക്മിണിയും പൂജിച്ചുകൊണ്ടിരുന്ന ശ്രീരാമ വിഗ്രഹമാണ് ഇവിടുത്തെ ഈ തൃപ്രയാറപ്പനായിട്ട് നമ്മള് പ്രാർത്ഥിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോ നമ്മുടെ വരുണദേവൻ അതിന് അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് ഗംഗാ നദിയെ ഇങ്ങോട്ട് വിട്ടുവെന്നും പിന്നെ ഗംഗാ നദി തിരിച്ചു പോകാതിരുന്നു എന്നും അത് കഴിഞ്ഞിട്ട് അവിടെ അത്രയും ജലപ്രവാഹവും കാര്യങ്ങളും വന്നതുകൊണ്ട് ആദ്യം തിരുപ്പുറയാർന്നാണ് ആ നാടിന്റെ പേര് വന്നിരുന്നത്. പിന്നെ അത് ചുരുങ്ങി തൃപ്രയാറെന്നായതാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. അതാണ് അവിടുത്തെ വിഗ്രഹത്തിന്റെ പ്രത്യേകത. ദ്വാരകയില് ശ്രീകൃഷ്ണനും രുക്മിണി ദേവിയും ആരാധിച്ചിരുന്ന വിഗ്രഹമാണ് നമ്മള് തൃപ്രയാറപ്പനായിട്ട് ഉള്ള ശ്രീരാമസ്വാമി എന്നറിയപ്പെടുന്നത്. പിന്നെ അവിടെ പ്രതിഷ്ഠ വരുന്നത് അയ്യപ്പനുണ്ട്, പിന്നെ ശിവന്റെ രൂപത്തില് ദക്ഷിണാമൂർത്തി സ്വാമി ഉണ്ട്, പിന്നെ ഹനുമാൻ, പിന്നെ ശ്രീകൃഷ്ണൻ, വിഷ്ണുമായ, ഇത്രയാണ് ഉപദേവതകളായിട്ട് അവിടെ വരുന്നത്. അവിടുത്തെ അയ്യപ്പന്റെ കയ്യില് അമൃതകുംഭം വെച്ചിട്ടുണ്ടെന്നാ പറയുന്നേ. അപ്പോ രോഗമുക്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വേഗം നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഐതിഹ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ തൃപ്രയാർത്തെ ഐതിഹ്യവും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അവിടെ വേറെ എന്നതാ, തൃപ്രയാർ ഏകാദശി ഉണ്ട്. ഏകാദശി എല്ലായിടത്തും മറ്റേ വെളുത്ത ഏകാദശി അല്ലേ ആഘോഷിക്കുന്നത്. പക്ഷെ തൃപ്രയാർ കറുത്ത ഏകാദശിക്കാണ് അവിടെ ഏകാദശി വരുന്നത്. അങ്ങനെയൊക്കെ കുറെ പ്രത്യേകതകളുള്ള അമ്പലമാണ്. പറയുവാണെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ശ്രീരാമസ്വാമി ക്ഷേത്രം തന്നെയാണ് തൃപ്രയാർ അമ്പലം. അപ്പൊ നമ്മൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അമ്പലത്തിൽ ചെന്നിട്ട് കാണാം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് മൊത്തം ഭയങ്കര തിരക്കും ബ്ലോക്കൊക്കെയാണ്. നമ്മൾ അവിടെ എപ്പോൾ എത്തുന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇപ്പോൾ സമയം 6:20 കഴിഞ്ഞു. അപ്പോൾ വേഗത്തെട്ടെ. നമ്മൾ അമ്പലത്തിലെത്തി. സമയം ഇച്ചിരി വൈകി, 7:15. വേഗം പോയി തൊഴുതിട്ട് വരട്ടെ. ഓണം കഴിഞ്ഞിട്ട് 2 ദിവസമായെങ്കിലും പൂക്കളൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ശ്രീരാമസ്വാമിയുടെ നല്ലൊരു രൂപമൊക്കെ വെച്ചിട്ടുള്ള പൂക്കൾ വരുന്നു. സമയം വൈകിയാലും ഞങ്ങൾ വേഗം തൊഴാനായിട്ട് പോയി. ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ വിഷ്ണുമായ സ്വാമിയുടെ രൂപം വെച്ചിട്ടുണ്ട്. അവിടെ തൊഴുത്തിട്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് പോയി മീനൂട്ടും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. ഒരു മീനൂട്ടിന് 20 രൂപയാണ് വരുന്നത്. പിന്നെ ഞങ്ങളവിടെ മീനൂട്ടും കാര്യങ്ങളൊക്കെ നടത്തി. നമ്മൾ ചെന്നപ്പോൾ ഒത്തിരി വൈകിയെന്ന് വിചാരിച്ചു. പക്ഷേ ശിവേലി തുടങ്ങാനുള്ള സമയമാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് കുറച്ച് വൈകിയ ശിവേലി. ചിലപ്പോൾ ഒരു 7:15 തുടങ്ങും, ചിലപ്പോൾ 7 മണി. പക്ഷെ ഇന്നൊരു 7:30 ആവുമെന്ന് അവർ പറഞ്ഞത്. അപ്പം നമ്മൾ ശിവേലി കൂടാനായിട്ട് എന്തായാലും ഭാഗ്യമുണ്ടായി. കൊച്ചാപ്പനാണെങ്കിൽ മീനൂട്ട് നടത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ മീനുകളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് വീഡിയോ ഇടാൻ എന്താ ലേറ്റ് ആവുന്നേ, വീഡിയോ കാണുന്നില്ലല്ലോ എന്നൊക്കെ ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട്. നിങ്ങളങ്ങനെ ചോദിക്കുന്നതിൽ തന്നെ നമുക്ക് സന്തോഷമുണ്ട്. നമ്മളറിയുന്നവരൊക്കെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും കാണുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ പറ്റാതിരുന്നത്. ഇനി മാക്സിമം വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ നോക്കാം. കൊച്ചപ്പി
അമ്പേനെ കണ്ടോ? അമ്പേനെ കണ്ടോ? എവിടെയാണ് വെടി വഴിപാടും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. കഴിഞ്ഞെന്ന് തോന്നുന്നു, വെടി വഴിപാടൊക്കെ തീർന്നു തോന്നുന്നു. ഇല്ല, പൊട്ടാൻ പോകുന്നുണ്ട്. ദയാ ചേട്ടനൊരു കടലാസം പിടിച്ച് അവിടെ നിൽപ്പുണ്ട്. ആ അമ്പായിയാണ് കൊച്ചാപ്പി. ഇവിടെയാണ് അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠ വരുന്നത്. അവിടെ നെയ്വിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ തൊഴാം. ഇവിടെ നട അടച്ചേക്കുക. ഇവിടെ ഞങ്ങളൊന്ന് പ്രദക്ഷിണം വെച്ച് വന്നപ്പോഴേക്കും ശിവേലി തുടങ്ങാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. മീമിക്ക് ശേഷം കൊച്ചാപ്പൂവിൻ്റെ അടുത്ത ആൾ വന്നു, ആന. കൊച്ചാപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനെ കാണുന്നതും ആനനെ കാണുന്നതും. അത് രണ്ടും അവിടെ ഉണ്ട്. അതുകൊണ്ട് കൊച്ചാപ്പിക്ക് അവിടെ പോകുന്നത് ഭയങ്കര ഇഷ്ടവുമാണ്. നിങ്ങളാരും വിചാരിക്കരുത് മീനെയും ആനനെയും കാണാൻ വേണ്ടി മാത്രമാണ് കൊച്ചപ്പൂനെയും കൊണ്ട് അമ്പലത്തിൽ പോയെന്ന്. കൊച്ചുവിന് ഇങ്ങനെ അമ്പലങ്ങളോട് പ്രത്യേകിച്ച് ഇത്തിരി താല്പര്യമുള്ള കൂട്ടത്തിലാണ് കൊച്ചു. അമ്പലത്തിലൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. ശിവേലിക്ക് ടൈം ആയപ്പോഴേക്കും നല്ല തിരക്കായി. പിന്നെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഒത്തിരി പേര് വരും ശിവേലി കൂടാനായിട്ട്. നമുക്ക് തൃപ്രയാറപ്പനെ പിന്നെ പുറത്ത് കാണാം. നമുക്ക് അതൊരു അവിടെ ശിവേലി കൂടുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് വൈബാണ്. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. പോയവർക്ക് എങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് അവിടെ ചെന്നാൽ ശിവേലി കൂടുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ് നമുക്ക് മൊത്തത്തിൽ. പിന്നെ നമ്മൾ തൃപ്രയാറപ്പനെ കണ്ടു, പ്രാർത്ഥിച്ചു. ഇന്നത്തെ നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. ശിവേലിയൊക്കെ കൂടിയിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുക. ഇതാണ് ഹനുമാൻ്റെ അമ്പലം. ഇവിടെ വലിയ പ്രതിഷ്ഠയാണ്, വിഗ്രഹം. ഏതാ വേണ്ടേ? ചെറിയ കേസൊന്നും പിടിക്കരുത്. അത് വേണ്ട, അത് വേണ്ട. നോക്ക് കൊച്ചാപ്പി, കൊച്ചാപ്പി കൊച്ചാപ്പിനും വണ്ടി, എനിക്കും വണ്ടി. വണ്ടി കുറേ കടകളൊക്കെ അടച്ചുപോയി. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് പോകുന്നു. ഇപ്പോഴേ കൊടുങ്ങല്ലൂർ എത്തി. ഇനി ഫുഡ് കഴിക്കണം. ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. എത്തി കയറുമ്പോൾ കൊച്ചാപ്പിക്ക് ഒരു പ്രത്യേക സന്തോഷം. നിങ്ങളിത് കാണുക. എന്തായാലും ഷോപ്പിൽ ഇത്ര സാധനങ്ങൾ കളിക്കാനൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് കൊച്ചാപ്പൂനെയും കൊണ്ട് ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അല്ലെങ്കിൽ കൊച്ചാപ്പൂ അവിടെ മൊത്തം നടന്ന് നമുക്കൊരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റത്തില്ല. എന്തായാലും ആദ്യമായിട്ടാണ് ഒരു ഷോപ്പിൽ കയറിയിട്ട് എനിക്കിങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.